കാലിക്കറ്റ് സ്റ്റഡി ട്യൂബിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഈ വർഷം പാസ് ഔട്ടായ വിദ്യാർത്ഥികളുടെ കൺസോൾട്ടേഷൻ ഗ്രേഡ് കാർഡൊക്കെ യൂണിവേഴ്സിറ്റി പബ്ലിഷ് ചെയ്യുന്നുണ്ട്. കുറേ പേരുടെ വന്നു. BA, BCom, STE സ്റ്റുഡൻസിൻ്റെ ഒക്കെ കൺസോൾട്ടേഷൻ ഗ്രേഡ് കാർഡ് വന്നു. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനടിയിൽ കുറേ കമൻറ്റ്സ് വന്നിട്ടുണ്ടായിരുന്നു. ഒരു വിഷയത്തിൽ സപ്ലി ഉണ്ട്, അല്ലെങ്കിൽ ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്തിട്ടുണ്ട്, അപ്പോൾ ഞങ്ങളെ ഗ്രേഡ് കാർഡ് എങ്ങനെയാണ് കിട്ടുക എന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ അവർക്കുള്ള വീഡിയോ ആണിത്. ഇപ്പോൾ ഈ വർഷം പാസ് ഔട്ടായ വിദ്യാർത്ഥികൾ അതിലേതെങ്കിലും ഒരു സെമ്മിൽ ഇപ്പോൾ സപ്ലി വന്നതാണെങ്കിൽ, അല്ലെങ്കിൽ കഴിഞ്ഞ വർഷം പാസ് ഔട്ടായ വിദ്യാർത്ഥികൾ അതിലേതെങ്കിലും ഒരു സെമ്മിൽ പാസ് ഔട്ടായി, അല്ലെങ്കിൽ ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്ത് മാർക്കൊക്കെ മാറി ഇൻക്രീസ് ചെയ്ത് വന്ന വിദ്യാർത്ഥികളാണെങ്കിൽ അവരുടെ കൺസോൾട്ടേഷനും പ്രൊവിഷണൽ കാർഡും കിട്ടാൻ വേണ്ടിയിട്ട് അവരെന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി പരീക്ഷാ ഭവനുമായി ബന്ധപ്പെട്ട് അതിനുള്ള നടപടികൾ ചെയ്യണം. പരീക്ഷാ ഭവനിൽ നിങ്ങളുടെ കൺസോൾട്ടേഷൻ ഗ്രേഡ് കാർഡും പ്രൊവിഷണൽ സർട്ടിഫിക്കറ്റും കിട്ടാൻ വേണ്ടിയിട്ട് ആദ്യം അപേക്ഷ കൊടുക്കണം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിൻ്റെ പരീക്ഷാ ഭവനിലാണ് അപേക്ഷ കൊടുക്കേണ്ടത്. ആ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിൻ്റെ സൈഡിൽ ഒരു സ്റ്റുഡൻസ് ഹബ്ബ് എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അവിടെ നിങ്ങൾ ആ ഒരു കൺസോൾട്ടേഷൻ ഗ്രേഡ് കാർഡിൻ്റെ പ്രൊവിഷണൽ സർട്ടിഫിക്കറ്റ് കൊടുക്കാനുള്ള അപേക്ഷയുടെ ഒരു അപ്ലിക്കേഷൻ ഫോം അവിടെ വെച്ച് കിട്ടും. അപ്പോൾ ആ അപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്ത് ഫീസ് അടച്ച് ചലാൻ അടച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് യൂണിവേഴ്സിറ്റിയിൽ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ കൺസോൾട്ടേഷൻ ഗ്രേഡ് കാർഡും പ്രൊവിഷണൽ സർട്ടിഫിക്കറ്റും അവിടെ കിട്ടും. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ, നേരിട്ട് യൂണിവേഴ്സിറ്റിയിൽ പോയിട്ട് യൂണിവേഴ്സിറ്റിൻ്റെ പരീക്ഷാ ഭവനുമായി ബന്ധപ്പെട്ട് അതിനുള്ള കാര്യങ്ങൾ ചെയ്യണം. അവിടുന്ന് അവർ പറഞ്ഞു തരും എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. അതിനുള്ള എല്ലാ ഫോമും കാര്യങ്ങളും യൂണിവേഴ്സിറ്റിൻ്റെ അവിടെ സ്റ്റുഡൻസ് ഹബ്ബിൽ തന്നെ കിട്ടും. അത് പരീക്ഷാ ഭവൻ്റെ ഒരു സൈഡിലായിട്ടാണ് അത് വരുന്നത്. അവിടെ നിങ്ങളുടെ എല്ലാ ഫോമും കാര്യങ്ങളും അതിനുള്ളിൽ തന്നെ ഉണ്ടാവും. പുറത്തേക്കൊന്നും പോകേണ്ട ആവശ്യമില്ല, എല്ലാം ഉള്ളിൽ തന്നെ ഉണ്ടാവും. അപ്പോൾ അവിടെ നിന്ന് അപ്ലിക്കേഷൻ ഫോം വാങ്ങിക്കുക, അത് ചോദിച്ച് അതെങ്ങനെ ഫില്ല് ചെയ്യേണ്ടതെന്ന് കൃത്യമായിട്ട് തെറ്റാതെ നന്നായിട്ട് ഫില്ല് ചെയ്ത് ഫീസ് അടക്കേണ്ടി വരും. ഫീസ് അടക്കണം, ചലാൻ റെസിപ്റ്റ് അടക്കണം. അതൊക്കെ കിട്ടിക്കഴിഞ്ഞിട്ട് പരീക്ഷാ ഭവനിൽ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ കൺസോൾട്ടേഷൻ ഗ്രേഡ് കാർഡ് പ്രൊവിഷണലും പെട്ടെന്ന് തന്നെ കിട്ടും. അത് അവരോട് ചോദിക്കും, നിങ്ങൾക്ക് പെട്ടെന്ന് വേണോ അതോ പോസ്റ്റലായിട്ട് വേണോ. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് വേണമെങ്കിൽ പെട്ടെന്ന് വേണമെന്ന് തന്നെ പറയാം. അതല്ല പിന്നീട് പോസ്റ്റലായിട്ട് മതിയെങ്കിൽ അങ്ങനെ മതിയെന്ന് പറയാം.